ശ്രീ ജയകുമാർ, വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. കാരണം അവിടെ യാതൊരു തരത്തിലുള്ള ഏകീകരണം ഒന്നും ഉണ്ടായില്ല എന്നാണ് കോടതി പറയുന്നത്. താങ്കൾ ഇന്നലെ പ്രതികരിച്ചപ്പോഴും അതിൽ ചെറിയ വീഴ്ച സംഭവിച്ചു എന്നുള്ള രീതിയിലായിരുന്നു താങ്കളുടെ പ്രതികരണവും. എന്താണ് ഇപ്പോൾ കോടതിയുടെ വിമർശനത്തിൽ താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? കോടതിയുടെ വിമർശനം പിന്നെ അത് വളരെ അർത്ഥത്തിൽ അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ എടുക്കുന്നു. അത് വിമർശനം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇന്നലെ സംഭവിച്ചത് നമ്മുടെ നിയന്ത്രണങ്ങൾ പാളി എന്തൊക്കെ ഹെഡ്ലൈൻസ് വന്നില്ല. അത് ഏറെക്കുറെ ശരിയാണ്. കാരണം ഇത്രയും ആളുകൾ അവിടെ വരാൻ പാടില്ലായിരുന്നു. ഇത്രയും പേര് 10-13 മണിക്കൂർ ക്യൂ നിൽക്കത്തക്ക ഒരു അവസ്ഥ ഉണ്ടായത് നിർഭാഗ്യകരം. എവിടെയാണ് ആ വീഴ്ച സംഭവിച്ചത്? അത് എനിക്ക് തോന്നുന്നു നിലയ്ക്കലും പമ്പയിലുമുള്ള കോർഡിനേഷന്റെ ഒരു വീഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തീർത്ഥാടകർ തന്നെ ഒരു ദിവസത്തെ ടിക്കറ്റുമായിട്ട് അടുത്ത ദിവസത്തും അതിനടുത്ത ദിവസമുള്ള ടിക്കറ്റുമായിട്ടുള്ളവരെയും കയറ്റിവിട്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇല്ലെങ്കിൽ ഈ വിർച്വൽ ക്യൂവിലും സ്പോട്ട് ബുക്കിങ്ങിലും ഉള്ളവർ മാത്രമാണ് വരുന്നതെങ്കിൽ 90,000 പേരെ വരുള്ളൂ. എല്ലാവരും വന്നാൽ തന്നെ എല്ലാവരും വരില്ല. പിന്നെ കുറച്ച് പേര് ഒന്നും ഇല്ലാതെയും കയറും. എന്നാൽ പോലും നമുക്ക് 1,00,000 നമുക്ക് നിജപ്പെടുത്താൻ സാധിക്കും. ഈ 1,00,000 ആളുകളെ ഒന്നിച്ച് കയറ്റിവിട്ടാൽ എത്രയെങ്കിലും മണിക്കൂറുകൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ നിലയ്ക്കലിൽ കുറച്ചുപേരെ നിർത്തണം, പമ്പയിൽ കുറച്ചുപേരെ നിർത്തണം, പമ്പയിൽ ക്ലിയർ ആകുമ്പോൾ അടുത്ത് വരണം. അങ്ങനെ ഈവനായിട്ട് ഒരേപോലെ ഫ്ലോ പിൽഗ്രിംസിന്റെ ഫ്ലോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും 2-3 മണിക്കൂർ മാത്രം ക്യൂ നിന്ന് തൊഴുത് ഇറങ്ങാൻ സാധിക്കും. വെർച്വൽ ക്യൂ കുറയ്ക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇപ്പോൾ പുതിയ തീരുമാനം എന്താണ് എടുത്തിരിക്കുന്നത് ബോർഡ്? നിലയ്ക്കലിൽ നമ്മൾ പരമാവധി ആളുകളെ ഹോൾഡ് ചെയ്യണം. പമ്പയിൽ ഫ്രീ ആകുമ്പോൾ മാത്രം അവിടെ നിന്ന് വിടുക. ഈ പമ്പയും നിലയ്ക്കലും മരക്കൂട്ടവും പിന്നെ വലിയ നടപ്പന്തലുമായിട്ടുള്ള ഒരു ഏകോപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതാണ് ഇപ്പൊ ഇന്നലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ അത് വലിയ കുഴപ്പമില്ലാതെ ഞാൻ സന്നിധാനത്ത് വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവിടെ ഇപ്പോ നിയന്ത്രണാധീനമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ അങ്ങ് പോയാൽ വലിയ കുഴപ്പമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ആള് ഈ ക്യൂവിൽ ഒരുപാട് പേര് ഇങ്ങനെ ജാം പാക്ക് ആയിട്ട് നിന്നാൽ നമുക്ക് വെള്ളം കൊടുക്കാനോ അവർക്ക് മൂത്രമൊഴിക്കാൻ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടാവും, ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ലൂസ് ആയിട്ടുള്ള ക്യൂ അത്ര ടൈറ്റ് ആവാതെ വിടണം. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെള്ളവും ബിസ്ക്കറ്റ് തുടങ്ങിയതൊക്കെ കൊടുപ്പിനൊക്കെ ഇന്നലെ 300 പേരെ വെച്ച് ഞാനിപ്പോ ഹെഡ് കൗണ്ട് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആരൊക്കെ ഉണ്ട് ഓരോ സ്പോട്ടിൽ നിന്നൊക്കെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, മേൽനോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇന്ന് കൊണ്ട് മെച്ചപ്പെടും. ഇപ്പൊ തന്നെ മെച്ചപ്പെട്ടു, ഇന്നലെ രാത്രി കൊണ്ട് മെച്ചപ്പെട്ടു. ഇനി 2 ദിവസം കൊണ്ട് കുറച്ചും കൂടെ അത് വരുതിയിൽ ഒതുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അതുകൊണ്ട് ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം ഇന്നിപ്പോ ശബരിമലയിൽ ഇല്ല. ഭക്തരെ സംബന്ധിച്ച് അത്തരത്തിലൊരു ആശങ്കയുണ്ടായത്. കാരണം ഒരാളുടെ മരണം എന്നൊക്കെ കൂടി പറയുമ്പോൾ ആളുകൾ വളരെ പാനിക്കായ ഒരു അവസ്ഥയായിരുന്നു. അത് താങ്കൾ ക്ലിയർ ചെയ്തതിൽ നന്ദി. അതിനപ്പുറത്തേക്ക് ശ്രീ ജയകുമാർ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷമൊക്കെ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഇല്ലെങ്കിൽ ആരോപിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള കോർഡിനേഷൻ നേരത്തെ ഉണ്ടായില്ല. ഈ കാര്യത്തിൽ ഇപ്പോൾ പോസ്റ്റിനെ അസൈൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ച മുൻപുണ്ടായിരുന്ന ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിലൊരു ക്രമീകരണവും നടത്തിയിരുന്നില്ലേ നേരത്തെ ഉണ്ടായിരുന്നവർ? അങ്ങനെ ഒരു സാമാന്യവൽക്കരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബോർഡ് കഴിഞ്ഞ ചാർജ് വിട്ട ബോർഡ് സാധാരണ ചെയ്യുന്ന മുന്നൊരുക്കങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. അതിനകത്ത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള ഏകീകരണത്തിലൊന്നും പ്രത്യേകിച്ച് വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും ഒക്കെ ഇൻ പൊസിഷൻ എത്തിക്കഴിഞ്ഞു. പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പല തീരുമാനങ്ങളും അവരെടുത്തെങ്കിൽ പോലും അത് പൂർത്തിയായില്ല. എന്ന് വെച്ചാൽ നിയോഗിച്ച ആളുകൾ വന്നില്ല, ചില സാധനങ്ങൾ വന്നില്ല, ചില ഒരുക്കങ്ങൾ പൂർത്തിയായില്ല. അവിടെയൊക്കെയാണ് ഈ പാളിച്ച വന്നിരിക്കുന്നത്. പിന്നെ NDRFനെ വിളിച്ചതിനൊക്കെ താമസിച്ചു എന്നുള്ളതാണ്. NDRFനെ വിളിച്ചത് താമസിച്ചതല്ല, അവരുടെ വരവിത്തിരി താമസിച്ചു. ഇന്ന് 50 പേര് വന്നിട്ടുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ. NDRF 50 പേര് വന്നിരിക്കുന്നു. പല തീരുമാനങ്ങളും എടുത്തു. പക്ഷെ അവയുടെ ഇംപ്ലിമെന്റേഷനിൽ നമുക്ക് വേണ്ടത്ര ഒരു ശുഷ്കാന്തി ഇപ്പോഴാണ് ഇനിയിപ്പോ ഉണ്ടാക്കിയെടുക്കണം. അതാണ്. താങ്കൾ ഒന്ന് ഹോൾഡ് ചെയ്യണമെങ്കിൽ മുൻ ദേവസ്വം മെമ്പർ ആയിരുന്ന ശ്രീ അജയ് തറയിൽ കൂടി. ഓക്കെ, താങ്ക് യു ശ്രീ ജയകുമാർ പ്രതികരിച്ചതിന്. യെസ്, താങ്കൾ തിരക്കിലാണെന്ന് അറിയാം. താങ്ക് യു. അജയ് തറയിൽ വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ അജയ് തറയിൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അതായത് വളരെ വ്യക്തമാണ്, നേരത്തെ ഉണ്ടായിരുന്നവരൊന്നും ചെയ്തു വെക്കാതെ പോയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അതായത് പ്ലാനിംഗ് നടന്നു, പക്ഷേ അത് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല എന്നുള്ളത് വ്യക്തമാവുന്നുണ്ട്. അപ്പം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് പ്രസിഡന്റും, അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, പോലീസാണ് മണ്ഡലം മകരവിളക്ക് ഹാൻഡിൽ ചെയ്തത്, പോലീസാണ്, ദേവസ്വം ബോർഡല്ല. അപ്പൊ ആ പോലീസ് എന്തുകൊണ്ടാണ് ഇവിടെ വീഴ്ച പറ്റിയത്? പോലീസിന് കൃത്യമായൊരു ബന്ദോബസ്ത് പ്ലാൻ ഉണ്ട്, അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. മാത്രമല്ല, ഇത്രയും കാലത്ത് നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ എല്ലാ വാഹനങ്ങളും നിലയ്ക്കൽ നിർത്തുകയാണ്.
നിലയ്ക്കൽ നിർത്തി അവിടെ ആളെ ഇറക്കിയ ശേഷം അവിടെ നിന്നും ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പമ്പയിലേക്ക് ആളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് കൊണ്ടുപോകുന്നത്, പമ്പയിൽ നിന്നും മുകളിലേക്ക് പോകുന്നത് ഇത്ര സമയം കൊണ്ട് ഇത്ര ആളുകൾക്ക് കയറാൻ കഴിയും. ഇതെല്ലാം ഈ ആധുനിക കാലത്ത് മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇവർക്കാക്കും. ഇവർക്കൊക്കെ എന്താ പണി? പമ്പയിൽ ഇത്ര പേർ വന്നിരിക്കുന്നു, പമ്പയിൽ നിന്ന് അവർ ഇത്ര ദർശനത്തിന് പോകുന്നു. അപ്പോൾ ഈ ക്യൂ ഇത്ര കണ്ട് കൺജസ്റ്റഡ് ആകാൻ വേണ്ടുന്ന കാരണം എന്താണ്? ഇതാണ് വലിയ കൃത്യവിലോപം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെയേറെ നിരുത്തരവാദപരമായ പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡിന്റെയും ഏർപ്പാട്. ഞാൻ പറഞ്ഞില്ലേ, മുന്നൊരുക്കങ്ങൾ മാത്രം പോരല്ലോ, എന്തൊക്കെ മുന്നൊരുക്കം വന്ന് നടത്തിയാലും ശരി, ഈ 1-ാം തീയതി മുതൽ വരുന്ന ഭക്തന്മാരെ ഇന്നത്തെ ഒരുക്കമല്ലേ. മുന്നൊരുക്കത്തെക്കാൾ പോലെ മുന്നൊരുക്കം ഞാൻ പറഞ്ഞു, മുന്നൊരുക്കം അവര് മെമ്പർമാർ ഒളിച്ചു നടക്കുകയായിരുന്നു, അവർക്ക് വരാൻ കഴിഞ്ഞില്ല, പോലീസ് അറസ്റ്റ് ഭീഷണി കൊണ്ട് മാറി നടക്കുകയായിരുന്നു. ശരി, പക്ഷെ ഇന്നത്തെ ഒരുക്കത്തിനുള്ള കാര്യങ്ങൾ എന്താണ്? ഇന്നലെ 1-ാം തീയതി വരുന്ന ആളുകളെ അത് നിയന്ത്രിക്കാനോ അവരുടെ കാൽക്കുലേറ്റ് ചെയ്യുവാനോ അവര് ക്രമാതീതമായി കടത്തിവിടാൻ അതിനൊരു ശബരിമലയിലെ ക്യൂ കോംപ്ലക്സുകളുണ്ട്, ശബരിമലയിൽ ബാരിക്കേഡുകളുണ്ട്. ഒരു ബാരിക്കേഡിനകത്ത് 1 മീറ്ററിൽ അല്ലെങ്കിൽ 10 മീറ്ററിനകത്ത് ആ ബാരിക്കേഡിൽ എത്ര പേർക്ക് നിൽക്കാം? ആ 10 മീറ്ററിനകത്ത് നിൽക്കാൻ 20 പേർക്ക് നിൽക്കാൻ കഴിയുന്ന സ്ഥാനത്തേക്ക് ഒരു 50 പേരെ ആണ് ഇടുന്നതെങ്കിൽ അവർ ജാമാകും. കൊച്ചുകുട്ടികളൊക്കെ ശ്വാസം മുട്ടി നിൽക്കും. അപ്പൊ അത്തരം കാര്യങ്ങളിലുള്ള കൃത്യത ഇല്ലാതെ വന്ന ഒരു അവസ്ഥ, അത് ഒരു വലിയ പിടിപ്പുകേട് തന്നെയാണ്. അതിനകത്ത് മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉത്തരവാദിത്തമുണ്ട്, മുൻ പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമുണ്ട്, പോലീസ് DGP ADGP ശ്രീയത്ത് 5 വർഷമായി ഞാൻ കാണുന്നു അദ്ദേഹത്തെ അവിടെ. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ്. ഏതെല്ലാം ദിവസങ്ങൾ ഇപ്പൊ ഞങ്ങൾ പറയാണ് 12 വിളക്ക് കഴിഞ്ഞാലാണ് തിരക്ക് കൂടുക. ഞങ്ങൾ പറയും 12 വിളക്ക് ഓച്ചിറ 12 വിളക്ക് കഴിഞ്ഞാലാണ് തിരക്ക് കൂടുക എന്ന് പറയും. ആദ്യത്തെ ഒരു 12 ദിവസക്കാലം ഇത്തരം തിരക്കുണ്ടാകില്ല. ആ തിരക്ക് നോക്കി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം ശനിയാഴ്ച കൂടുതൽ ഭക്തന്മാരെത്തും. ഇത് കലിയുഗ വരുതനായതുകൊണ്ട് ശനിയാഴ്ച കൂടുതൽ ഭക്തന്മാരെത്തും, ശനിയും ഞായറും കൂടുതൽ ഭക്തന്മാരെത്തും. അതെല്ലാം കണക്കുകൂട്ടാൻ, ഏത് കണ്ണുകൂട്ടലും കണക്കുകൂട്ടാവുന്ന കാര്യമല്ലേ. ഇത് തുറക്കുന്ന അന്ന് ധാരാളം ആളുകൾ വരും, തുറക്കുന്ന ആളുകൾ ദിവസം കൂടും. ഇനിയിപ്പോ ഇന്ന് നാളെ ഇവരുടെ വിടുക്കൊണ്ടൊന്നുമല്ല. ഇവിടെ ഇന്ന് നാളെ മുതൽ ഞാൻ ചോദിക്കട്ടെ, 1 മിനിറ്റിൽ 90 പേരെ 18-ാം പടി കയറ്റാൻ കഴിയുന്ന സാഹചര്യത്തിൽ 1 മിനിറ്റിൽ 40 പേരെ മാത്രമാണ് ഇന്നലെയും ഇന്നാളും കയറ്റാൻ കഴിഞ്ഞുള്ളവർക്ക്. കാരണം പരിസമ്പന്നമായ പോലീസുകാരില്ല. ശരി, മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞതുപോലെ, ശ്രീ ജയകുമാർ പറഞ്ഞതുപോലെ അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്.